ഇന്ന് സ്ലീവിന് പറ്റിയ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്, എന്നാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ താഴ്വശം റോങ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ടെക്നിക്ക് യൂസ് ചെയ്താൽ കുറച്ചുകൂടി നീറ്റായിരിക്കും കേട്ടോ. ആദ്യം തന്നെ സ്ലീവിൻ്റെ ഏറ്റവും താഴ്വശം ഏറ്റവും നേരിയ രീതിയിൽ ഒരു തവണ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 പീസ് ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ 2 പീസും ഒന്നിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം സൈഡിലൂടെ നമ്മൾ എങ്ങനെയാണോ സ്ലീവ് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. നമ്മളങ്ങനെ തിരിച്ചിടുമ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്ന സ്റ്റിച്ചിങ് ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് പൂർത്തിയായി. നോർമലി നമ്മൾ സ്ലീവ് ഇട്ടിട്ട് അതിങ്ങനെ മറിഞ്ഞു വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള സ്റ്റിച്ചിങ് പോയിൻ്റ് ഒക്കെ പുറത്തോട്ട് കാണും. എന്നാൽ ഈ ഒരു ടെക്നിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ചിങ് പോയിൻ്റ് ഒന്നും കാണില്ല കേട്ടോ.